ഈ വരുന്ന ആഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ നിർമ്മിക്കാനും അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും വാട്സപ്പ് പോസ്റ്റർ നിർമ്മിക്കാനും അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ജസ്റ്റ് അതിലൊരു ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ മനോഹരമായിട്ട് അതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാം. അധികം പഠിക്കാനൊന്നുമില്ല ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടനാണ് ഉണ്ടാകുക. ഗാലറി ആക്സസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻസും അടിയിലൊരു നീളത്തിലുള്ള ഒരു ഓപ്ഷൻസും കാണാം. അതിൽ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി അവർ ഫ്രെയിം ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസാണ്. അപ്പോൾ വളരെ ചെറുതൊക്കെ ആയിരിക്കും നമ്മുടെ ഫോട്ടോ. നമുക്ക് സെൽഫ് ആയിട്ട് നമ്മുടെ കുറച്ച് വലിങ്ങനൊക്കെ വെക്കണമെങ്കിൽ ഡിസൈനിങ് യുവർ സെൽഫാണ് നല്ലത്. ട്യൂട്ടോറിയലിൻ്റേതൊന്നും ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ ഡിസൈൻ യുവർ സെൽഫ് എന്നുള്ള ആ ഓപ്ഷൻസാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻസ് ഏറ്റവും മുകളിലുണ്ടാവും. ഗാലറി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏത് ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളെ മാത്രം കട്ട് ചെയ്തെടുക്കേണ്ട ഓപ്ഷനാണ്. നമുക്കറിയാം മാനുവലായിട്ട് എങ്ങനെ കട്ട് ചെയ്താലും വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ PNG ഫയൽ ഉപയോഗിച്ചിട്ടുള്ളത്. PNG ഫയൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫോട്ടോ റൂം അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്നൊക്കെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നമ്മളെ മാത്രം കിട്ടും. അതുകൊണ്ടാണ് എനിക്കിത് അനായാസം ചുറ്റും റൗണ്ട് ഇട്ടാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയും കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എന്നെ മാത്രം കട്ട് ചെയ്തെടുത്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവൂ ആ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോഴാണ് കൂടുതൽ വൃത്തി ഉണ്ടാവുക. ഇനി നമുക്ക് ഇതുപോലെ അതിനനുസരിച്ചിട്ട് ഫ്രെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിലൊരുപാട് ഫ്രെയിംസ് ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത ഫ്രെയിമിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഫോട്ടോ ഇനി ഇവിടെ വെക്കുമ്പോൾ ഇതിവിടെ മാറ്റി കൊടുക്കുക, അടുത്ത ഏരിയയിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മുടെ ഫോട്ടോ എങ്ങനെയാണ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ ഫോട്ടോ PNG ആക്കുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ PNG ആക്കുന്ന ആപ്ലിക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് തരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ലെറ്റർ എഴുതണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, എന്താ ഫോണ്ട് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. അതൊന്നും കാണിച്ചു തരുന്നില്ല, ഒരുപാട് നീണ്ടുപോകും വീഡിയോ. ഇനി വേണ്ടത് സ്റ്റിക്കേഴ്സാണ്. ഇതാ ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് മുതൽ എല്ലാ സ്റ്റിക്കേഴ്സും ഇതിലുണ്ട്. ഇതിൽ ഇത്രയൊക്കെ പറഞ്ഞു തരാനുള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ online.live ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ് പേജ് ഓണായി കിട്ടും. ആ വെബ് പേജ് സ്ക്രോൾ ചെയ്ത് പോകുക. ഏറ്റവും അടിയിൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.